ഇസ്ലാമിക ലോകത്തെ പ്രകോപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ജൂതർക്ക് ആരാധനാ വിലക്കുള്ള ദശാബ്ദങ്ങൾ പഴക്കമുള്ള കരാർ നിലനിൽക്കെ ജെറുസലേമിലെ അൽ അക്സ പള്ളിയിൽ ആരാധകരുമായി എത്തി പ്രാർത്ഥന നടത്തിയിരിക്കുകയാണ് തീവ്ര വലതുപക്ഷ നിലപാടുള്ള ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിർ. അൽ അക്സ മസ്ജിദ് വളപ്പിൽ ജൂതരുടെ ദുഃഖാചരണ ദിനമായ തിഷാബിയാവിന്റെ ഭാഗമായാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വന്ന് പ്രാർത്ഥന നടത്തുന്നത്. ജൂതന്മാർ ടെമ്പിൾ മൗണ്ട് എന്ന് വിളിക്കുന്ന അൽ അക്സ പള്ളിയിൽ ദശാബ്ദങ്ങളായി ജൂതർ പ്രാർത്ഥന നടത്താറില്ലെന്ന് മാത്രമല്ല, കരാർ പ്രകാരം ഇത് പാടില്ലാത്തതും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാണ്. മസ്ജിദിന് സമീപം ജൂതർക്കും ക്രിസ്ത്യാനികൾക്കും പ്രത്യേകം പ്രാർത്ഥനകൾക്കുള്ള ഇടം ഉണ്ടെന്നിരിക്കെ മുസ്ലിങ്ങളുടെ പ്രാർത്ഥനാ ഇടങ്ങളിൽ മുസ്ലിങ്ങൾ മാത്രമായിരുന്നു പ്രാർത്ഥന നിർവഹിച്ചു വന്നിരുന്നത്. ജോർദാനും സൗദിയുമായുള്ള കരാർ പ്രകാരം പ്രാർത്ഥനയും മസ്ജിദും മുസ്ലിങ്ങൾക്കും മസ്ജിദിന്റെ സുരക്ഷ ഇസ്രയേൽ പോലീസിനുമാണ്. പലപ്പോഴും മസ്ജിദിലേക്ക് പ്രവേശിക്കാൻ കൗമാരക്കാർക്കും യുവാക്കളുമായ ആളുകൾക്ക് ഇസ്രയേൽ സൈന്യം അനുമതി നൽകാറില്ല. ഇസ്രയേലിന്റെ തിരിച്ചറിയൽ കാർഡ് കയ്യിലുള്ള മധ്യവയസ്കരോ അതിനു മുകളിലുള്ളവരോ മാത്രമാണ് ചില ഘട്ടങ്ങളിലെല്ലാം പ്രാർത്ഥന നടത്തുകയുള്ളൂ. ഇതിനാണ് ഇസ്രയേൽ മന്ത്രി കൂട്ടാളികളുമായി എത്തി മസ്ജിദിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ട് പ്രകോപനം സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ശേഷം ഗാസ കീഴടക്കാൻ ഇറ്റാമർ ബെൻഗ്വിർ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 1967 ജോർദാനിൽ നിന്ന് ജെറൂസലേമിലെ പഴയ നഗരം ഇസ്രയേൽ പിടിച്ചടക്കിയത് മുതൽ തൽസ്ഥിതി തുടരുന്നതിന്റെ ഭാഗമായി ധാരണപ്രകാരം മുസ്ലിങ്ങൾക്ക് മാത്രമേ ഇവിടെ പ്രാർത്ഥിക്കാൻ അനുവാദമുള്ളൂ. മുൻപും തിഷാബിയാവ് അനുസ്മരണങ്ങൾ ഉൾപ്പെടെ പലതവണ ബെൻഗ്വിർ ഈ സമുച്ചയം സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്. അൽ അക്സ പള്ളിയുടെ ഭരണം നടത്തുന്ന ജോർദാനും സൗദി അറേബ്യയും ബെൻഗ്വിറിന്റെ നടപടിയെ അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനുഷിക നിയമങ്ങളുടെയും ലംഘനവും അംഗീകരിക്കാൻ ആവാത്ത പ്രകോപനവുമാണ് എന്നാണ് ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം ബെൻഗ്വിറിന്റെ നടപടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ഫലസ്തീൻ മതകാര്യ മന്ത്രാലയവും ബെൻഗ്വിറിന്റെ ഈ നടപടിയെ അപലപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. പള്ളിക്കെതിരായ ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്നാണ് ഹമാസും വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ടെമ്പിൾ മൗണ്ടിലെ തൽസ്ഥിതി നിലനിർത്തുന്നതിനുള്ള നയങ്ങളിൽ നിന്നും മാറ്റം വരുത്തിയിട്ടില്ല എന്നുമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ബെൻഗ്വിറിന്റെ നടപടി മനഃപൂർവ്വം പ്രകോപനം ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ഇസ്രയേൽ ഉദ്ദേശിക്കുന്ന ഭാവി പദ്ധതികളുടെ തുടക്കമാണ് ഈ സന്ദർശനമെന്നും വിലയിരുത്തുന്നവരും ഉണ്ട്. ഗാസയിൽ വംശീയ ഉന്മൂലനത്തിന് ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ ബെൻഗ്വിറിനെ നെതർലാൻഡ്, ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ്, നോർവേ, UK എന്നീ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്.